ഒപ്പം ആരുണ്ട് കൂടെ? ആരൊക്കെയ? മോശയും ഏലിയാവും. അവരല്ലേ നിൽക്കുന്നത് കണ്ടേ? ശിഷ്യന്മാര് പത്രോസും യാക്കോബും യോഹന്നാനും കൂടെയുണ്ട്. പക്ഷേ യേശു തമ്പുരാനോടൊപ്പം ആരൊക്കെയുള്ള? മോശയും ഏലിയാവും. ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്ന അപ്പുറമായ തേജസ്സിൽ യേശു തമ്പുരാൻ ശോഭിച്ചു നിൽക്കുമ്പോൾ ആ ശോഭ കണ്ട്, ആ വലിയ ദർശനം കണ്ടുകൊണ്ട് പത്രോസ് ശ്ലീഹ പറയുകയാണ്, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്, നന്നു. ഞാൻ 3 കൂടാരം ഉണ്ടാക്കാം, ഞങ്ങൾ 3 കൂടാരം ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പെരുന്നാളിൽ കൂടി വന്നിരിക്കുന്ന നമ്മൾ എവിടെയാ ഇരിക്കുന്നത്? കർത്താവിന്റെ പാദപീഠത്തിൽ, കർത്താവിന്റെ സന്നിധിയിൽ. ഈ കടന്നു വരുമ്പോൾ ഓർക്കേണ്ടത് നാം എവിടെയാണെന്ന് ചോദിച്ചാൽ, എവിടെയാണ്? ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നമ്മൾ വന്ന് അണയുന്നത്. അതുകൊണ്ടാണല്ലോ ചില ദേവാലയങ്ങളൊക്കെ എഴുതി വെച്ചത് നമ്മൾ കാണും. വേദപുസ്തകത്തിലെ വാക്യമാ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. ഇത് വിശുദ്ധ ഭൂമിയാണ്. ശലോമോൻ ദേവാലയമൊക്കെ പണിതിട്ട് ദേവാലയത്തിൽ വന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ വന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ ശബ്ദം ദൈവം കേൾക്കുന്നു എന്നുള്ള മറുപടിയൊക്കെ ആ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ, നാം എവിടെയാണ് എന്നുള്ള ഒരു ബോധ്യം. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ ഒരു ചടങ്ങായി മാറില്ലേ പ്രിയപ്പെട്ടവരെ? 2024 ശുശ്രൂഷ നമ്മൾ അനുഷ്ഠിച്ചു. 2025 ആ പെരുന്നാൾ ആചരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചുവെങ്കിൽ 2025 പെരുന്നാൾ ചടങ്ങായി തീരാതെ അനുഭവമായി തീരണം, അനുഗ്രഹമായി തീരണം, നന്മയായി തീരണം. എങ്കിൽ അതിന് ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലാണ് നമ്മൾ, യേശു തമ്പുരാന്റെ സന്നിധിയിലാണ് നമ്മൾ. ഈ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുക്കമായി 2-3 കാര്യങ്ങൾ സമയത്തിനുള്ളിൽ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. എന്താണ് ദൈവത്തിന്റെ പാദപീഠം നൽകുന്ന അനുഗ്രഹം? അല്ലെങ്കിൽ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ കൂടി വന്നിരിക്കുന്ന നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ സഹദായുടെ മധ്യസ്ഥതയാൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ ഒരു പരിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുപോവുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വാക്യം ഒന്ന് വായിച്ചാൽ മതി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഭരണി തൈലവുമായി, പരിമള തൈലവുമായി കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ടവരെ, ആ 37 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. നിങ്ങൾ വേദപുസ്തകം എൻ്റെ മുഖത്തോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കില്ല, കുനിഞ്ഞിരിക്കണ്ട, ഇങ്ങോട്ട് നോക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം